മികച്ച ഒരു സ്റ്റോക്ക് കണ്ടെത്തിയാൽ അതിന് വളരാനുള്ള സമയം നൽകിയാൽ തീർച്ചയായും സ്റ്റോക്കിലൂടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാമെന്ന് കഴിഞ്ഞൊരു വീഡിയോയിലൂടെ ഉദാഹരണ സഹിതം നമ്മൾ മനസ്സിലാക്കി. അത്തരം സ്റ്റോക്ക് കണ്ടെത്താൻ കഴിയാത്തവർക്ക് മാർക്കറ്റ് എക്സ്പെർട്ടുകൾ ഒരു കൂട്ടം സ്റ്റോക്കിൽ നമുക്ക് വേണ്ടി നിക്ഷേപിക്കുന്ന രീതിയാണ് മ്യൂച്വൽ ഫണ്ട്. ഇന്നത്തെ ടോപ്പിക് മ്യൂച്വൽ ഫണ്ടിലൂടെ എങ്ങനെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് രാജേഷ്. വൺസ് അഗൈൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലീഡിംഗ് തോട്ട്സ്. മ്യൂച്വൽ ഫണ്ടിൻ്റെ അഡ്വാൻറ്റേജുകൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുവാൻ ഒരു മികച്ച സ്റ്റോക്ക് കണ്ടെത്തുകയും അതിന് വളരാനുള്ള സമയം നൽകുകയും ഓരോ ക്വാർട്ടർ റിസൾട്ടും നമ്മൾ മനസ്സിലാക്കുകയും വേണമെന്നിരിക്കെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കാത്തിരുന്നാൽ മാത്രം മതി. കാരണം മികച്ച സ്റ്റോക്കുകൾ കണ്ടെത്തുന്നതും ആവശ്യമെങ്കിൽ മാറ്റം വരുത്തുന്നതും മ്യൂച്വൽ ഫണ്ടിൽ ഫണ്ട് മാനേജർമാരാണ്. അതുപോലെ ഒരു വർഷത്തിന് ശേഷം മ്യൂച്വൽ ഫണ്ട് നമ്മൾ സെൽ ചെയ്യുമ്പോൾ എക്സിറ്റ് ലോഡ് ബാധകമല്ല എന്നുള്ളതും പല മൊബൈൽ ആപ്പിലൂടെയും മ്യൂച്വൽ ഫണ്ട് ഡയറക്റ്റായി നമുക്ക് ഏജൻറ്റ് കമ്മീഷൻ ഇല്ലാതെ വാങ്ങാം എന്നുള്ളതും മ്യൂച്വൽ ഫണ്ടിൻ്റെ അഡ്വാൻറ്റേജുകളാണ്. മാത്രമല്ല നമുക്കറിയാം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉയർന്നും താഴ്ന്നുമാണ് ഉണ്ടാവുക. പ്രതിമാസം SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലൂടെ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ മാർക്കറ്റ് കുറഞ്ഞ സമയത്താണെങ്കിൽ നമുക്ക് കൂടുതൽ യൂണിറ്റുകൾ ലഭിക്കുന്നു. അതുമൂലം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലൂടെ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ ആവറേജ് ബൈ കുറയ്ക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ഉദാഹരണമായി നിങ്ങൾ സെലക്ട് ചെയ്ത മ്യൂച്വൽ ഫണ്ട് ഒരു മാസത്തെ NAV 25 ആണെന്ന് സങ്കല്പിക്കുക. പ്രതിമാസം 1000 രൂപയാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നത് എങ്കിൽ ആ മാസം നിങ്ങൾക്ക് 1000 ഡിവൈഡഡ് ബൈ 25 40 യൂണിറ്റുകൾ ലഭിക്കുന്നു. അതിനടുത്ത മാസം മാർക്കറ്റിൽ ഒരു ക്രാഷ് ഉണ്ടായി എന്ന് സങ്കല്പിക്കുക. ആ മാസം നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിലെ NAV 20 ആയി കുറഞ്ഞു എന്നും കരുതുക. ആ മാസം നിങ്ങൾക്ക് ലഭിക്കുന്ന യൂണിറ്റുകൾ 1000 ഡിവൈഡഡ് ബൈ 20 അതായത് 50 എണ്ണം ആയിരിക്കും. 10-15 വർഷങ്ങൾക്ക് ശേഷം ഈ NAV 140-150 ആയെങ്കിൽ നിങ്ങൾക്ക് ആദ്യ മാസങ്ങളിൽ ലഭിച്ച 90 യൂണിറ്റുകൾക്കും 150 രൂപ വെച്ച് ലഭിക്കുന്നു. ഇതിനെയാണ് നമ്മൾ RUPEE കോസ്റ്റ് ആവറേജ് എന്ന് പറയുന്നത്. അതുപോലെ മ്യൂച്വൽ ഫണ്ടിലെ നമ്മുടെ നിക്ഷേപത്തിൻ്റെ വളർച്ച വർഷങ്ങൾ കഴിയുന്തോറും ഉയർന്ന രീതിയിലായിരിക്കും. ഉദാഹരണമായി പ്രതിമാസം 20,000 രൂപയും വർഷാവർഷം 10% നിക്ഷേപം കൂട്ടുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 15% റിട്ടേൺ ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റായ 14.5 ലക്ഷം രൂപയേക്കാൾ 6.5 ലക്ഷം രൂപയാണ് നേട്ടം ലഭിക്കുക. ഈ നിക്ഷേപം 10 വർഷത്തേക്കാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് 38 ലക്ഷം ആണെങ്കിലും റിട്ടേൺ അടക്കം 80 ലക്ഷം ആയിട്ടുണ്ടാകും. ഇനി നിക്ഷേപം 15 വർഷത്തേക്കാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് 76 ലക്ഷമാണെങ്കിലും സമ്പത്ത് 2.62 കോടി രൂപയായി വളർന്നിട്ടുണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ടത് മികച്ച ഒരു മ്യൂച്വൽ ഫണ്ട് കണ്ടെത്തുക. എങ്ങനെ മികച്ച മ്യൂച്വൽ ഫണ്ട് കണ്ടെത്താമെന്ന് ഇതിനു മുൻപ് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിലും താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. അതിനുശേഷം വർഷാവർഷം നമ്മുടെ മ്യൂച്വൽ ഫണ്ട് മികച്ച റിട്ടേൺ നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ മന്ത്ലി ആയാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നിക്ഷേപം ഒരിക്കലും മുടങ്ങിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ മ്യൂച്വൽ ഫണ്ട് നൽകിയ റിട്ടേണുകൾ എടുത്തു നോക്കിയാൽ അത് 12 മുതൽ 20% വരെയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട നിക്ഷേപ രീതിയായ ചിട്ടിയിൽ നിന്ന് 3-4% റിട്ടേൺ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ചിട്ടി അവസാനം എത്തുമ്പോൾ ലഭിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ തുക മ്യൂച്വൽ ഫണ്ടിലാണ് നിക്ഷേപിച്ചിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന റിട്ടേൺ എത്രയോ വലുതായിരിക്കും. ചിട്ടി വേഴ്സസ് മ്യൂച്വൽ ഫണ്ട് എന്നൊരു വീഡിയോയിലൂടെ ഈ കാര്യം വളരെ വിശദമായി നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് കാണാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണ്. അതുകൊണ്ട് തന്നെ ലാഭത്തിനും നഷ്ടത്തിനും സാധ്യതയുണ്ട്. കുറച്ചുകൂടി റിസ്ക് കുറവുള്ള നിക്ഷേപ രീതിയാണ് നിങ്ങൾക്ക് അനുയോജ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ NCD നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചറോ ഗോൾഡോ നമുക്ക് പരിഗണിക്കാം. NCDയെ പറ്റിയും പലതരത്തിലുള്ള ഗോൾഡ് നിക്ഷേപ രീതിയെ പറ്റിയും അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ലീഡിംഗ് തോട്ട്സ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിന് താഴെ ചുവപ്പ് നിറത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. NCDയെ പറ്റിയും ഗോൾഡിലുള്ള വിവിധ നിക്ഷേപ രീതികളെ പറ്റിയുമുള്ള അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്.